ചുങ്കത്ത് ജുവലറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രഡീഷണൽ ഡിസൈൻസിൽ വരുന്ന അൺകട്ട് ഡയമണ്ടിലുള്ള കുറേ മോഡൽസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അൺകട്ട് ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഡയമണ്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വരുന്ന പീസസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഡിസൈൻസ് മുഴുവൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോമ്പിനേഷൻസ് ആയിട്ട് എമറാൾഡ്, സഫയർ, റൂബി ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. അപ്പം ഇന്നത്തെ ഈ ആദ്യം ഇരിക്കുന്ന ഈ ഡിസൈൻ എന്ന് പറയുന്നത് എമറാൾഡ് മാത്രം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അൺകട്ട് ഡയമണ്ട് ട്രഡീഷണൽ മോഡൽ നെക്ലേസ് ആണ്. അപ്പം ഇതിനകത്ത് ഇവിടെ മേളിൽ തൊട്ട് തന്നെ ചെറിയ ചെറിയ സ്റ്റോൺസ് സെറ്റ് ചെയ്താണ് താഴേക്ക് വരുന്നത്. അപ്പം ഓരോന്നിലും ഒരു 7-8 സ്റ്റോൺസ് ആണ് വരുന്നത്. അതിന് ഇടയ്ക്ക് എമറാൾഡിൻ്റെ ഭംഗിയിലുള്ള കല്ലുകൾ ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട്. അതങ്ങനെ വന്ന് ലാസ്റ്റിൽ ഇവിടെ അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴെയായിട്ട് വൈറ്റ് കളറിലൊരു നല്ല പേളുണ്ട്. അപ്പോൾ ഈ പേൾ എന്ന് പറയുന്നത് നമുക്കറിയാം, സെറ്റ് സാരി ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും ഈ ഒരു പേൾ ഇങ്ങനെ അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസൈനാണിത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3.5 പവനാണ്. പിന്നെ ഒരു 7 ക്യാരറ്റോളം അൺകട്ട് വെയിറ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ 7 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ഒരു 3 ഗ്രാം സംതിങ് സ്റ്റോൺ വെയിറ്റ് ആണ് വരുന്നത്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രണ്ടാമത്തെ ഡിസൈനാണ് ഇത്. അപ്പം ഇതെന്ന് പറയുന്നത് മൾട്ടി കളർ സ്റ്റോൺസ് ഇല്ലാതെ സിംഗിൾ കളർ സ്റ്റോൺസിൽ വരുന്ന ഒരു അൺകട്ട് ഡയമണ്ടിൻ്റെ ഡിസൈനാണ്. ട്രഡീഷണൽ ഡിസൈനാണ്. ഇതിനകത്ത് സിംഗിൾ കളറാണ് ഡിസൈൻ വരുന്നത്. ഇതിനകത്ത് ഒരു പെൻഡൻ്റ് ഉണ്ട്. ഇവിടുന്ന് തന്നെ ചെറിയ സ്ക്വയർ ഷേപ്പ് ആൻഡ് സർക്കിൾ ഷേപ്പ് ഇങ്ങനെ ഇവിടം തൊട്ടിങ്ങനെ തുടങ്ങിയിട്ട് താഴെ വരെ അതിനകത്ത് കുറേ കല്ലുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏറ്റവും താഴെയായിട്ടാണ് ഈ ഒരു ഭംഗിയിലുള്ള റൗണ്ട് ഷേപ്പ് പെൻഡൻ്റ് വരുന്നത്. അതിനകത്ത് വെളിയിൽ ഉള്ള ഫ്രെയിമിൽ വലിയ സ്റ്റോൺസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അകത്ത് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ്. അകത്തായിട്ട് ചെറിയ ചെറിയ സ്റ്റോൺസ് വീണ്ടും അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ സ്റ്റോൺസിൻ്റെയും വലിയ സ്റ്റോൺസിൻ്റെയും ഇടയിലായിട്ട് ത്രെഡ് ഷേപ്പിലുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് ആണ് വരുന്നത്. ഇതും നമുക്ക് ട്രഡീഷണൽ വെയേഴ്സിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3 പവനാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു 8 ക്യാരറ്റോളം അൺകട്ട് വെയിറ്റും കൂടെ ആണ് വരുന്നത്. ഈ ഒരു ഡിസൈനെ പറ്റി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികളൊക്കെ നല്ല പട്ടുപാവാടയൊക്കെ ഇട്ടിങ്ങനെ അമ്പലത്തിൽ പോകുമ്പോഴും അല്ല ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളപ്പം ഒക്കെ അതിൻ്റെ കൂടെയൊക്കെ അങ്ങനെയുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ഡിസൈൻ ഇടുവാണെങ്കിൽ ഒത്തിരി ഭംഗിയായിരിക്കും. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഡിസൈന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ വെയർ തന്നെയാണ്. ഇപ്പോൾ കല്യാണത്തിനൊക്കെ ഉപയോഗിച്ചില്ലെങ്കിലും ചെറിയ ചെറിയ ഫങ്ഷൻസിനൊക്കെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലുക്ക് തരുന്ന ഒരു ഡിസൈനാണിത്.
ഡിസൈൻസിൽ തന്നെ അൺകട്ട് ഡയമണ്ട്സിൽ വരുന്ന പുതിയൊരു ഡിസൈനാണ് ഈ ഒരു നെക്ലേസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് അൺകട്ട് ഡയമണ്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇത് താഴേന്ന് മേളിലോട്ട് വരുന്തോറും ഇതിൻ്റെ വീതി ഇങ്ങനെ കുറഞ്ഞാണ് വരുന്നത്. അപ്പം സൈഡിലെല്ലാം അൺകട്ട് ഡയമണ്ട്സ് ഉണ്ട്. ഇവിടെ അതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്കായിട്ട് റൂബി എമറാൾഡ് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ വന്ന് താഴോട്ട് വന്ന് വീതി കൂടി വന്നു. താഴെ വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഭംഗി കാണുന്നത്. കാരണം ഇവിടെ ഇങ്ങനെ പീലി നിവർത്തി നിൽക്കുന്ന ഒരു പീകോക്കിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് നല്ല റെയിൻ ഡ്രോപ്പ് പോലെ ഒരു ചെറിയ എമറാൾഡിൻ്റെ ഒരു ഡ്രോപ്പ് ഉണ്ട്. അപ്പം അതും കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെയൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രെയിം ഉള്ളത് കൊണ്ട് ഈ കല്ലുകളൊക്കെ നല്ല ഷൈനിങ് ആയിട്ട് തന്നെ ഇരിക്കും. ആ ഒരു തിളക്കം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുറകിലുള്ള ഈ ഫ്രെയിം കൊടുത്തിരിക്കുന്നത്. ഇത് 3.5 പവനാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു 8 ക്യാരറ്റോളം അൺകട്ട് വെയിറ്റും കൂടെ വന്നിട്ടാണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. അപ്പം ഇതും നമുക്ക് നമ്മുടെ സിൽക്ക് സാരി, നമ്മുടെ ഗ്രീൻ കളർ, റെഡ് കളർ, അങ്ങനെ കളേഴ്സ് അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള സിൽക്ക് സാരിയൊക്കെ ഫങ്ഷൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ട്രഡീഷണൽ ഡിസൈൻസ് ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരോടും കസിൻസിനോടും ഒക്കെ പറഞ്ഞ് ഇത് അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. കൊറോണ ആയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഈ ഡിസൈൻസ് ഒക്കെ പരിചയപ്പെടാനായിട്ട് പറ്റും.